ഹായ് ഗൈസ്, വെൽക്കം ടു രാഹുൽ ഡിസൈസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നമ്മളെ കാറിൻ്റെയൊക്കെ ഡോർ ഹാൻഡിൽ ഉണ്ടാവില്ലേ, അതെങ്ങനെ റീപ്ലേസ് ചെയ്യണതാണ്. അപ്പോൾ ഞാൻ കാണിച്ചത് എൻ്റെ വണ്ടിയിലുള്ള ഡോർ ഹാൻഡിൽ ലെഫ്റ്റ് സൈഡാണ് ഞാൻ എന്താ ചെയ്യണത് കാണിച്ചാലേ. നമ്മളെ ഡോർ ഹാൻഡിലൊക്കെ പഴകി കഴിഞ്ഞാൽ സ്പ്രിങ് ഉള്ളിൽ നിന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പകുതി വന്ന് നിൽക്കും. പിന്നെ ചില സ്ഥലത്ത് വലിച്ചാലും ഒരു ചെറിയ ടൈറ്റ് പോലെയൊക്കെ ഉണ്ടാവും. ഇങ്ങനെ അടച്ചു കഴിഞ്ഞാലും ഇവിടെ ഇങ്ങനെ ഫുള്ള് അടയാണ്ട് ഇങ്ങനെ വന്ന് മുട്ടിക്കണ പോലെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അന്നേരം നമ്മൾ ഈ ഹാൻഡിൽ റീപ്ലേസ് ചെയ്താൽ മതി. അപ്പോൾ അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡോർ നമുക്ക് തുറക്കാം. അതിനുശേഷം നമുക്ക് ഇവിടുത്തെ ഈ കവർ നമുക്ക് അയക്കണം. ഈ പാഡ് നമുക്ക് ഇവിടെ നിന്ന് അയക്കണം. പാഡ് അയക്കണമെങ്കിൽ ഇത് നമുക്ക് തിരിച്ചു വിടണം. ഇങ്ങനത്തെ ലോക്കിൻ്റെ കുറ്റി ഊരാം. പിന്നെ ഉരുണ്ട ഏതൊക്കെയാണെന്ന് വെച്ചാൽ എന്താ ഇവിടുത്തെ ഈ സ്ക്രൂ ഇട്ടിട്ട് ഇതിങ്ങോട്ട് തള്ളിയിട്ട് പുറത്തേക്ക് തള്ളിയെടുക്കണം. പിന്നെ വിൻഡോൻ്റെ ഗ്ലാസ് പൊന്തിക്കണം എന്ന് ചെയ്തു. ഇതിൻ്റെ ഉള്ളിൽ ചെറിയ ലോക്കാണ്. ഓക്കെ, അപ്പം ഞാൻ ഇതെല്ലാം ഊരിയിട്ട് കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ ഇവിടുത്തെ സ്ക്രൂ എല്ലാം ഊരിയിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ പിടി ഊരിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാഡ് ഇങ്ങോട്ടേക്ക് വലിച്ചു കഴിഞ്ഞാൽ വരും. ക്ലിപ്പാണ്. പിന്നെ വലിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് വരും. നമ്മൾ ലോക്കൽ ഊരിയിട്ടുണ്ട്. ഇനി നമുക്ക് ഡോറിൻ്റെ പാഡ് പൊന്തിച്ച് ഊരിയെടുക്കാം. അന്നേരം ഇത് നമുക്ക് ഉള്ളിലോട്ടൊക്കെ ആക്കിയിട്ട് പുറത്തേക്ക് എടുത്താൽ മതി. പാഡ് ഇങ്ങനെ ഉള്ളിലോട്ടൊക്കെ ആക്കിയിട്ട് പുറത്തേക്ക് എടുത്താൽ മതി. ഓക്കെ, എന്നിട്ട് നമുക്ക് പാഡ് മാറ്റി വെക്കാം. നമ്മളെ ഡോറിൻ്റെ ഹാൻഡിൽ അയക്കണമെങ്കിൽ എന്താ ഇവിടെ 2 സ്ക്രൂ ഉണ്ട്. ഈ 2 സ്ക്രൂ നമുക്ക് അയക്കണം. അപ്പോൾ ഞാൻ ഹാൻഡിൽ വാങ്ങിച്ചേക്കണ ബൂതുമ്പോ എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റിൽ നിന്ന് ഓൺലൈൻ ആപ്പിൽ നിന്നാണ് വാങ്ങിച്ചേക്കണത്. ഇതിന് എത്ര അതിൻ്റെ അകത്ത് 88 രൂപയോ അങ്ങനെ ആയിട്ടുള്ളൂ ലെഫ്റ്റ് സൈഡ് ഫ്രണ്ടിന്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ നെറ്റ് അയക്കണം. ഇതെന്തോ 10-ൻ്റെയോ 12-ൻ്റെ ആയിട്ടാണ് നെറ്റ് വന്നേക്കണത്. നമുക്ക് തയ്ക്കണം. ഓക്കെ, ഈ 2 അയക്കണം. അപ്പോൾ കഴിച്ച് ഈ 2 നെറ്റ് ലൂസാക്കിയതിന് ശേഷം നമുക്കിത് ഇതിൻ്റെ ലോക്ക് കണ്ടു ഇവിടെ, ഇത് നമുക്കൊന്ന് മെല്ലെ ഒന്ന് തള്ളിക്കൊടുക്കാം. മെല്ലെ തള്ളിക്കൊടുത്തു കഴിഞ്ഞാൽ അത് പുറത്തോട്ടേക്ക് വരും. അതായത് ഈ പോർഷൻ ഇങ്ങോട്ടേക്ക് വരുന്ന രീതിയിൽ ഒന്ന് ഇവിടെ വെച്ചിട്ട് ഒന്ന് തിക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് ഇങ്ങോട്ടേക്ക് വരും. കുറച്ച് ബലം ഉണ്ടാവും. ഒന്ന് തിക്കുക, ഒന്നും സംഭവിക്കത്തൊന്നുമില്ല. ഓക്കെ, ഇപ്പോൾ ഫോണും സ്ക്രൂ ഡ്രൈവറും കയ്യിലായതുകൊണ്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇനി ഊരിയിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ ഗൈസ് നമ്മളിവിടെ നിന്ന് ഇത് ഊരിയിട്ടുണ്ട്. പുറത്തേക്ക് തള്ളിക്കഴിഞ്ഞപ്പോൾ അതിങ്ങ് ഊരി വന്നിട്ടുണ്ട്. ഇനി 2 നെറ്റും ഊരിയിട്ട് ഹാൻഡിലിങ് എടുക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ് എന്നിട്ട് നമുക്ക് ഹാൻഡിൽ പുറത്തേക്ക് തള്ളിക്കഴിഞ്ഞാൽ ഹാൻഡിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് വരും. ഓക്കെ, എന്താ നമ്മുടെ ഹാൻഡിൽ ഊരി വന്നിട്ടുണ്ട്. നമ്മൾ സ്പ്രിങ് കണ്ടോ, എല്ലാം ഏകദേശം എന്തായതാണ് പഴയതാണ്. ഇവിടെ പൊട്ടിയിട്ട് ക്രാക്കും വീണിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി പുതിയ ഹാൻഡിൽ വെക്കണ കാണിച്ചു തരാം. വയസ്സേ നമ്മൾ പുതിയ ഹാൻഡിൽ നമുക്കിങ്ങനെ നേരെ ഉള്ളിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഉള്ളിൽ നിന്ന് 2 സ്ക്രൂ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇവിടെ നിന്ന് 2 സ്ക്രൂവിൻ്റെ നെറ്റ് ടൈറ്റ് ചെയ്യാം. നമ്മളിവിടെ 2 നെട്ടും ഇട്ട് ടൈറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഈ കമ്പി ഉള്ളിലോട്ട് പ്രസ് ചെയ്തിട്ട് കൊടുത്താൽ മാത്രം മതി. ഓക്കെ, ഞാൻ പ്രസ് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് ഇവിടെ കമ്പി ഉള്ളിലോട്ട് തിക്കിയിട്ടുണ്ട്. അത് കൈ കൊണ്ട് വശം ഒന്ന് തിക്കിയാൽ മാത്രം മതി. കയറിക്കോരും. ഓക്കെ, ഞാൻ ഡോറൊന്ന് ഓക്കെ. ഇനി നമുക്ക് അടുത്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഇവിടുത്തെ നമ്മൾ ഡോറിൻ്റെ പാഡ് ഇടാം. ഓക്കെ, പാഡ് അറിയാലോ, ഊരിയ പോലെ തന്നെ തിരിച്ച് ലോക്ക് ഇങ്ങനെ അടിച്ചടിച്ച് പ്രസ് ചെയ്തിട്ടിട്ട് അതിനുശേഷം ഹാൻഡിലെല്ലാം ഇതേപോലത്തെ ഹാൻഡിലെല്ലാം കയറ്റിയാൽ മതി. ഓക്കെ, എല്ലാം കഴിഞ്ഞിട്ട് ഇനി ഡോർ ക്ലോസ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് നമ്മൾ ഡോറിൻ്റെ പാഡെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഹാൻഡിൽ വെച്ചു ലോക്ക് ഫിറ്റ് ചെയ്തു. പിന്നെ അതെ നമ്മളെ മിററിൻ്റെ പൊന്തിക്കിൻ്റെ അത്യം ചെയ്യണ ലോറും ഫിറ്റ് ചെയ്തു. ഓക്കെ, ഇനി ഡോറ് ക്ലോസ് ചെയ്തിട്ട് ഓപ്പൺ ആക്കുന്ന കാണിച്ചു തരാം. ഓക്കെ,
അപ്പോൾ ഗൈസ് നമ്മുടെ ഹാൻഡിൽ കണ്ടോ, പെർഫെക്റ്റ് ആയിട്ട് തന്നെ കറക്റ്റ് മാച്ച് ഇവിടെ നിൽക്കുന്നുണ്ട്. ഇതാ സിമ്പിളായിട്ട് തുറക്കാം, അതേപോലെ തന്നെ സിമ്പിളായിട്ട് ക്ലോസ് ചെയ്യാം. തുറക്കാം, ക്ലോസ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹാൻഡിൽ റീപ്ലേസ് ചെയ്യുന്ന വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. ആ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടപ്പുറമുള്ള ബെല്ലൈക്കൻ അല്ലേ, അതും കൂടി ഒന്ന് ഇടിച്ചു പൊട്ടിക്കുക. ഓക്കെ.